ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ കൊണ്ടുവരുന്നൊരു പഴമാണ് ഈ കശുമാങ്ങ. പണ്ട് കാലത്തൊന്നും അറിയില്ലെങ്കിലും പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങളും ഈ പഴത്തിനുണ്ട്. ബ്രസീലാണ് ഈ കശുമാവിൻ്റെ സ്വദേശം. അപ്പോൾ അവിടുന്ന് ഈ പറങ്കികൾ, അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നമ്മളതിനെ പറങ്കി മാങ്ങ എന്ന് വിളിച്ചു. കശുമാങ്ങ, പറങ്കി മാങ്ങ, പൃത്തിക്ക മാങ്ങ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ തരത്തിലാണ് അതിന് പേര്. ചില സ്ഥലങ്ങളിൽ പറങ്ങാണ്ടി മാങ്ങ എന്നും വിളിക്കുന്നുണ്ട്. സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു കശുമാവ് വെച്ച് പിടിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരുവിധം വലിയ മരമാവുന്ന ഒരു രീതിയാണ് ഈ കശുമാവിന്. വളർന്ന് പന്തലിച്ചങ്ങ് പോകും. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറമ്പും കഴിഞ്ഞ് അടുത്ത പറമ്പും റോട്ടുമേലേക്കെല്ലാം എത്തും. അധികമായി വളർന്നു കഴിഞ്ഞാൽ കൊമ്പുകളെല്ലാം മുറിച്ചൊന്ന് ഒതുക്കി കൊടുക്കാം. കൊമ്പ് മുറിക്കുന്നേരം ഇതേപോലെ, ഇതിപ്പോൾ ഒരു 7 വർഷം പ്രായമുള്ള മാവാണിത്. ഇതിൻ്റെ കൊമ്പ് ഞാൻ അടിവശത്തുനിന്ന് മുറിച്ചു കൊടുത്തു. അധികം ആരും ഇപ്പം അങ്ങനെ കശുമാവ് വെച്ച് പിടിപ്പിക്കുന്നില്ല, സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതിങ്ങനെ പൂത്ത് കായാലും നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഈ മാവ് കുറേ അങ്ങ് വലുതായപ്പം അതിൻ്റെ ചില കൊമ്പുകളിലൊന്ന് മുറിച്ച് ഒതുക്കി കൊടുത്തു. അടിഭാഗത്തുള്ളതൊക്കെ പുതിയ തളിരില വരാൻ വേണ്ടി കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പ്രായമുള്ള മാവുണ്ടെങ്കിൽ കൊമ്പ് മുറിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ മഴക്കാലം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ മാസം അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആകുമ്പോഴത്തേക്കും പുതിയ തളിരിലയും പൂക്കുലയും എല്ലാം കൂടി വരും. അപ്പോൾ നമുക്ക് താഴത്തുനിന്ന് തന്നെ മാങ്ങ പറിച്ചെടുക്കാൻ പറ്റും. പലതരത്തിലുള്ള അസുഖങ്ങൾക്കും പ്രതിവിധിയാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പഴമാണ് ഈ കശുമാങ്ങ, അതുപോലെ കശുവണ്ടിയും. അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിരുന്നു നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, ബായ്.